ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3യിലുള്ള ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഓക്കെ, 2025 ജൂണിൽ കാറ്റഗറി 3യിൽ പാർട്ട് 2 സെക്ഷനിൽ മലയാളം ഇംഗ്ലീഷ് ഇങ്ങനെ 2 സബ്ജക്റ്റാണ് നമുക്ക് ഉണ്ടാവുക, അതിലേതെങ്കിലും ഒന്ന്. അപ്പം മലയാളം എടുത്തിട്ടുള്ള കുട്ടികൾ അവർക്ക് വരുന്ന 41 തൊട്ട് 40 വരെയുള്ളത് സൈക്കോളജി എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. 41 മുതൽ 70 വരെയുള്ള ചോദ്യമാണ് നമുക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വരുന്നത്. അതിൽ 10 ക്വസ്റ്റ്യൻസുകൾ ഒരു കവിത അല്ലെങ്കിൽ ഒരു പാരഗ്രാഫൊക്കെ തന്നിട്ടായിരിക്കും. അത് നമ്മൾ സാധാരണ ഉൾപ്പെടുത്താറില്ല കേട്ടോ. ബാക്കി വരുന്ന 20 ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് എ മോക്ക് ടെസ്റ്റ്. ഓക്കെ, ആ 20 ക്വസ്റ്റ്യൻസിൽ നമുക്ക് എത്രണ്ണം ശരിയായി, എത്രണ്ണം തെറ്റായി, എത്രത്തോളം നമ്മളിനി ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം നമ്മളിനി ഒന്നും കൂടി റിവൈസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനിക്കാം. അപ്പോൾ നമ്മളൊരു മോക്ക് ടെസ്റ്റ് മോഡലിൽ ഓരോ ക്വസ്റ്റ്യനും ഒരു 5 സെക്കൻഡ്, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ 5 സെക്കൻഡാണ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് അതിലേറെ ടൈം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ പൗസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. ദെൻ യു ക്യാൻ വൺസ് അഗൈൻ പ്ലേ ഇറ്റ്. ഓക്കെ, 5 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആൻസർ ഗ്രീൻ കളറിൽ പബ്ലിഷ് ചെയ്യും. ഓക്കെ, സോ നോക്കിയാലോ നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പുരുഷ സമാസത്തിൽ ഉൾപ്പെടുന്ന പദം ഏത്? ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പുരുഷ സമാസത്തിൽ ഉൾപ്പെടുന്ന പദം ഏത്? ജരാനര, ലോകക്രമം, നിമീലിത ലോചനൻ, പീതാംബരൻ. ലോകക്രമം, ഇതാണ് പുരുഷ സമാസത്തിൽ ഉൾപ്പെടുന്ന പദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. ഏകദേശം 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി. നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ, വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടു. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള വാക്യം എന്നുള്ളതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വായിക്കുമ്പോൾ ഒരു അർത്ഥം കിട്ടുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം വരുന്ന അല്ലെങ്കിൽ ഇതിൽ ചിലപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റ് ഒരു വാക്യമായിട്ട് വരുന്നത് ഇതിൽ ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. ഓക്കെ, ഇപ്പൊ ഏകദേശം 100ഓളം എന്നൊന്നും പറയേണ്ട ആളില്ല, ഏകദേശം 100 ആളുകൾ സിനിമക്ക് പോയി എന്ന് പറഞ്ഞാൽ മതി അല്ലെ. നടക്കുവാനും സംസാരിക്കാനോ എന്നല്ലല്ലോ പറയാം, നടക്കുവാനും സംസാരിക്കുവാനും അയാൾക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നടക്കുവാനോ സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. പെട്ടെന്നുണ്ടായ മഴ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു എന്ന് പോരെ അല്ലെ. അപ്പൊ കറക്റ്റ് ഒരു ശരിയായ വാക്യം എന്ന് പറയുന്നത് മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി എന്നുള്ളതാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അടുത്ത് മൂന്നാമത്തെ ചോദ്യം, കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന ശൈലിയുടെ ആശയം ഏത്? കുളിക്കാതെ ഈറൻ ചുമക്കുക, ചെയ്ത കാര്യം മറന്നു പോവുക, കുറ്റം ചെയ്തിട്ട് സമ്മതിക്കാതിരിക്കുക, അന്യരുടെ മേൽ കുറ്റം ആരോപിക്കുക, കുറ്റം ചെയ്യാതെ പിഴയേൽക്കുക. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ. കുളിക്കാതെ ഈറൻ ചുമക്കുക. ഓപ്ഷൻ ഡി ആണ്, കുറ്റം ചെയ്യാതെ പിഴയേൽക്കുക അല്ലെ. കുളിക്കാതെ ഈറൻ ചുമക്കുക പറഞ്ഞാൽ കുറ്റം ചെയ്യാതെ പിഴയേൽക്കുക. അത് ആ വേർഡ് തന്നെ നമുക്ക് കിട്ടൂലേ, ആ ഒരു ശൈലി നമുക്ക് ഓർത്താൽ തന്നെ നമുക്ക് കിട്ടും. ദെൻ അടുത്ത് നാലാമത്തെ ചോദ്യം നോക്കാം നമുക്ക് കേട്ടോ. നാലാമത്തെ ചോദ്യം, സിൻ എന്ന നോവൽ എഴുതിയത് ആര്? ആർ രാജശ്രീ, സാറ ജോസഫ്, ഹരിത സാവിത്രി, ഷീല ടോമി. ഇതിൽ ആരാണ് സിൻ എന്ന നോവൽ എഴുതിയത്? The correct option ഹരിത സാവിത്രി. ഓപ്ഷൻ സി ഹരിത സാവിത്രി.
ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യണോ, അതിനുശേഷം മാത്രമേ ഇതിലേക്ക് നോക്കാവേ. നമുക്ക് നോക്കാം എത്ര മാർക്ക് കിട്ടും എന്നുള്ളത്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ കേവല വാക്യം ഏത്? അവൾ പുസ്തകം വായിച്ചു. മഴ പെയ്തപ്പോൾ പുഴകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. പരിസ്ഥിതിയുമായി സന്തുലിതത്വം പാലിക്കാതെ പ്രാകൃതികോർജം അമിതമായി പ്രാകൃതികോർജം അമിതമായി ഉപയോഗിക്കുന്ന ശീലം അതിനെ ശവക്കുഴി തോണ്ടുന്നതിൽ എത്തിച്ചിരിക്കുന്നു. സാമൂഹിക ജീവിതത്തിലെ ജീർണതകൾ കാണുകയും അതിനെ തന്റെ കഥയ്ക്ക് വിഷയമാക്കുകയും ചെയ്തു. ഇതിൽ ഏതാണ് കേവല വാക്യമായിട്ട് വരുന്നത്? ഏകദേശം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഏതാ? ഓപ്ഷൻ എ ആണ്. അവൾ പുസ്തകം വായിച്ചു. ഇതാണ് ഒരു കേവല വാക്യം എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഒരു കേവല വാക്യം എന്ന് പറയുന്നത് അവൾ പുസ്തകം വായിച്ചു. ദെൻ ആറാമത്തെ ചോദ്യം, കുന്ദൻ കഥാപാത്രമാകുന്ന നോവലേത്? കുന്ദൻ കഥാപാത്രമാകുന്ന നോവലേത്? അഭയാർത്ഥികൾ, മരണ സർട്ടിഫിക്കറ്റ്, ആൾക്കൂട്ടം, മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഇതിൽ ഏതിലാണ് കുന്ദൻ കഥാപാത്രമായിട്ട് വരുന്നത്? ഓക്കെ, കുന്ദൻ കഥാപാത്രമാകുന്ന നോവലേത്? വേഗം, ടൈം ഈസ് റണ്ണിങ്. ഓപ്ഷൻ ഡി, മരുഭൂമികൾ ഉണ്ടാകുന്നത്. മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഈ നോവലിലാണ് കുന്ദൻ എന്ന ആള് കഥാപാത്രമായിട്ട് വരുന്നത്. ഓക്കെ. ഏഴാമത്തെ ചോദ്യം, മരത്തിൽ നിന്ന് താഴേക്ക് ചാടി. മരത്തിൽ നിന്ന് താഴേക്ക് ചാടി. ഈ വാക്യത്തിലെ ദ്യോതക ശബ്ദം ഏത്? ഈ വാക്യത്തിലെ ദ്യോതക ശബ്ദം ഏത്? മരം, ഇൽ, നിന്ന്, കോ. ഓപ്ഷൻ സി, നിന്ന്. ഈ വാക്യത്തിലെ ദ്യോതക ശബ്ദം എന്ന് പറയുന്നത് നിന്ന് എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത് എട്ടാമത്തെ ചോദ്യം, അതായത് 48ാമത്തെ ചോദ്യം കേട്ടോ. ആ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആൻസർ കീ വരുന്ന സമയത്ത് നമുക്ക് അതിൽ ആൻസർ ഒക്കെ ഉണ്ട്, പക്ഷേ ആ ആൻസർ അല്ല അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. റെക്ടിഫൈഡ് ആൻസർ കീയിൽ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് റോങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഓക്കെ. അതുകൊണ്ടാണ് ഇതിൽ 8ാമത്തെ ചോദ്യം 48th ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9ാമത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ നമുക്ക് 19 ചോദ്യമാണ്. 19ൽ കൂട്ടിയാൽ നിങ്ങൾ മാർക്ക് ക്യാൻസൽ ചെയ്ത് നമ്മൾ ഒഴിവാക്കി. ഓക്കെ. 9ാമത്തെ ചോദ്യം, ഗൃഹം പണിയാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ പണികളുടെയും സ്വഭാവം അറിഞ്ഞിരിക്കേണ്ടുന്നതുപോലെ ഗ്രന്ഥം ഉണ്ടാക്കുവാൻ അഭ്യസിക്കുന്നവർ വാചകം എഴുതുന്നതിൻ്റെ വകഭേദങ്ങളെല്ലാം ഗ്രഹിച്ചിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? കുട്ടിക്കൃഷ്ണമാരാർ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, AR രാജവർമ്മ, CL ആന്റണി. ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കേട്ടുള്ളൂ. ഗൃഹം പണിയാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ പണികളുടെയും സ്വഭാവം അറിഞ്ഞിരിക്കേണ്ടുന്നതുപോലെ ഗ്രന്ഥം ഉണ്ടാക്കാൻ അഭ്യസിക്കുന്നവർ വാചകമെഴുതുന്നതിൻ്റെ വകഭേദങ്ങളെല്ലാം ഗ്രഹിച്ചിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻ സി, AR രാജവർമ്മ. ആരാണ്? രാജവർമ്മ. രസമുണ്ടല്ലേ പേരൊക്കെ? രാജവർമ്മ. ദെൻ 10ാമത്തെ ചോദ്യം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 50ാമത്തെ ചോദ്യം, കറുത്ത കുതിര വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി. ഈ വാക്യത്തിൽ നാമവിശേഷണമായി ചേർത്തിരിക്കുന്ന പദമേത്? കറുത്ത കുതിര വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി. ഇതിൽ
ഈ വാക്യത്തിലെ നാമത്തിന് അല്ലെങ്കിൽ നൗണിനെ എന്നൊക്കെ പറയില്ല നമ്മൾ വിശേഷണമായി ചേർത്തിരിക്കുന്ന പദം ഏത്? അതിനെ വിശേഷിപ്പിക്കുന്ന പദം കറുത്ത, കുതിര, വളരെ, കാട്. ഇതൊക്കെ നമുക്ക് ഏകദേശം വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുക. അതിലെ നാമത്തിനെ വിശേഷണമായിട്ട് ഉപയോഗിച്ചുള്ളത് ഏതാന്നൊക്കെ അല്ലേ? ഏതാ? അത് നിങ്ങളുടെ ആൻസർ പറ. ടൈം ഈസ് റണ്ണിങ്. കറുത്ത അല്ലെ, കുതിരയാണ് ഇവിടുത്തെ നാമം എന്ന് പറയുന്നത്. അപ്പൊ ആ കുതിരയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കറുത്ത കുതിര. ഓക്കെ, പതിനൊന്നാമത്തെ ചോദ്യം. അലങ്കാരങ്ങളിൽ വർണ്യ വസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏത്? ഉപമാനം, അവർണ്യം, അപ്രസ്തുതം, ഉപമേയം. ഓപ്ഷൻ ഡി ഉപമേയം. അലങ്കാരങ്ങളിൽ വണ്യവസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം അത് ഉപമേയമാണ്. ഓക്കെ, ദെൻ 12ാമത്തെ ചോദ്യം. പ്രാണവായു എന്ന ചെറുകഥ എഴുതിയതാര്? എൻ പ്രഭാകരൻ, PV ഷാജികുമാർ, E സന്തോഷ് കുമാർ, അംബികാസുധൻ മങ്ങാട്. ഇതിൽ ആരാണ് പ്രാണവായു എന്ന ചെറുകഥ എഴുതിയത്? ഓപ്ഷൻ ഡി അംബികാസുധൻ മങ്ങാട്. പ്രാണവായു എന്ന ചെറുകഥ എഴുതിയത് അംബികാസുധൻ മങ്ങാട്. അടുത്ത ചോദ്യം. കേശവദേവിന്റെ ഏത് നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? കേശവദേവിന്റെ ഏത് നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? അയൽക്കാർ, ഓടയിൽ നിന്ന്, ഭ്രാന്താലയം, കണ്ണാടി. ഓപ്ഷൻ എ അയൽക്കാർ. അടുത്ത്. നിങ്ങൾ പണിയൊടുക്കിൻ, നാവടക്കിൻ, ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങൾക്കാകട്ടെ. ഈ വരികൾ ഏതു കവിതയിൽ? നിങ്ങൾ പണിയെടുക്കിൻ, നാവടക്കിൻ, ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങൾക്കാകട്ടെ. ഈ വരികൾ ഏത് കവിതയിൽ? കുറത്തി, നാവുമരം, ശാന്ത, സത്യവാങ്മൂലം. ഓപ്ഷൻ എ കുറത്തി. ഓക്കെ, ഇതിൽ നാവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നാവുമരം കൊണ്ടേ എഴുതരുത് കേട്ടാ. അല്ലേ, നാവടക്കൻ. അപ്പം എന്നാ നാവുമരം? നമ്മൾ ഇംഗ്ലീഷിലെ ചില ആളുകളൊക്കെ അങ്ങനെ കാട്ടും അല്ലേ, ഈസ് ചേരൂല, വാസ് അങ്ങനെ ചൊല്ലി നോക്കണ പോലെ. അതേപോലെ ഒരു നാവടക്കുന്നുണ്ട്, അപ്പം നാവുമരം എന്നൊന്നും പറഞ്ഞു നോക്കരുത് കേട്ടോ. ഇത് നിങ്ങൾ പണിയെടുക്കിൻ, നാവടക്കിൻ, ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങൾക്കാകട്ടെ. ഈ വരികള് കുറത്തി എന്ന കവിതയിൽ നിന്നാണ്. ഏതാണ്? കുറത്തി. 15ാമത്തത് 55ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ. മലയാളി ഒരു ജനിതക വായന എന്ന ഗ്രന്ഥം എഴുതിയതാരും? പി പവിത്രൻ, PM ഗിരീഷ്, MN കാരശ്ശേരി, K സേതുരാമൻ. കെ സേതുരാമൻ. അടുത്ത്. മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അബോധബിംബങ്ങളാണ് ആർക്കിടൈപ്പുകൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? CG യുങ്, സിഗ്മണ്ട് ഫ്രോയിഡ്, ലൂക്കാച്ച്, IA റിച്ചാർഡ്സ്. മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അബോധബിംബങ്ങളാണ് ആർക്കിടൈപ്പുകൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻ എ CG യുങ്. 57ാമത്തെ ചോദ്യം അഥവാ 17ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അനുപ്രയോഗം ഏത്?
അവൻ പോകട്ടെ, അവൾ പറഞ്ഞു പോയി, നാളെ നിങ്ങൾ വരണം, പൂക്കൾ വിടരുന്നു. ഇതിൽ ഏതാണ് അനുപ്രയോഗം? വേഗം വേഗം പറഞ്ഞോളൂ, മാർക്ക് ചെയ്തോളൂ. കറക്റ്റ് ഓപ്ഷൻ ബി, അവൾ പറഞ്ഞു പോയി. അടുത്ത് 18ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഓഷ്ട്യാക്ഷരമേത്? ഘ, ജ, മ, ഡ. വേഗം വേഗം മാർക്ക് ചെയ്തോളൂ. ഇറ്റ്സ് മ. ഓക്കെ, ഇതിൽ ഓഷ്ട്യാക്ഷരം എന്ന് പറയുന്നത് മായാണ്. ഋതി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? പുഷ്പം, ഐശ്വര്യം, തേൻ, നദി. വേഗം 5 4 3 2 1 0. ഐശ്വര്യം. എന്താണ്? ഐശ്വര്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യം കേട്ടോ, 20ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? രക്ഷകർത്താവ്, നിശ്ചലം, പ്രവൃത്തി, അടിമത്തം. ഇതിലേതാ? നമ്മൾ ഈ വാക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് മലയാളം കുറച്ചൊക്കെ അറിയാവുന്ന എഴുതാവുന്നതൊക്കെ അറിയാവുന്നതല്ലേ. അപ്പൊ അതിൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാലേ, രക്ഷകർത്താവ്, നിശ്ചലം, പ്രവൃത്തി, അടിമത്തം. ഓക്കെ, വേഗം 5 4 3 2 1 0. രക്ഷകർത്താവ്. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങളാണ് 20 കേട്ടോ. 20 ഞാൻ പറഞ്ഞല്ലോ, അവിടെ മൊത്തം 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 20 ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ബാക്കി വരുന്നത് 5 ചോദ്യങ്ങൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അടുത്ത 5 വരുന്നത് ഒരു കവിത തരും, ഒരു ഗദ്യഭാഗം തരും. എന്നിട്ട് ആ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു 5 ചോദ്യങ്ങളുണ്ടാവും. ഓക്കെ, അത് തരുന്ന പാരഗ്രാഫും തരുന്ന കവിതയും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം. അത് ഞാനതിൽ എന്ത് ചെയ്തിട്ടില്ല, മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും 10 അങ്ങനെ കേട്ടോ. 5 പാരഗ്രാഫിൽ നിന്നും 5 ഒരു ഗദ്യഭാഗം വായിച്ചിട്ട് ചെയ്യാനുള്ളതായിട്ട്, അങ്ങനെ 2 എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവണം. നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസുകളും എല്ലാം പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മളെ ചാനലുണ്ട് കേട്ടോ. കാറ്റഗറി 3 ആയിക്കോട്ടെ, കാറ്റഗറി 2 ആയിക്കോട്ടെ, എല്ലാം പ്ലേലിസ്റ്റുകൾ നോക്കിയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, കാറ്റഗറി 2 കുറച്ചേ ഉണ്ടാവുള്ളൂ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കാറ്റഗറി 3 നിങ്ങൾക്ക് ഒരുപാട് അതിൽ കാണാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. സോ പ്ലേലിസ്റ്റ് നോക്കുക, നിങ്ങൾക്ക് വേണ്ട പ്ലേലിസ്റ്റ് എടുക്കുക, അതിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്തത്, അതിൻ്റെ ആൻസറുകളൊക്കെ നോക്കാം. എത്രത്തോളം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നു, അത് അത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് അപ്പോൾ വാട്സപ്പിൽ പറയാം. ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടിട്ട് കാറ്റഗറി 3 2 എന്തിനായാലും പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യുക. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 61 മുതൽ 65 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന കാവ്യഭാഗം വായിച്ച് 66 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അങ്ങനെ 70 ചോദ്യങ്ങളാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.